ജീവിതത്തിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് ആക്ച്വലി ഈ മൊമെന്റ് വരെയും. ചുരുളിയാണ് എന്താ പറയുക എൻ്റെ ഒരു അഡ്രസ്സായിട്ട് നിൽക്കുന്നത്. നമ്മുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ ചില ആൾക്കാർ ഇതുപോലെ വിളിച്ചിട്ട് ഹലോ ഹലോ ആരാ, ഇത്ര ഫേമസ് ആയിട്ടുള്ള എൻ്റെ ശബ്ദം തിരിച്ചറിയുന്നില്ല, ജാടത്തെണ്ടി. ലിറ്ററലി എൻ്റെ കണ്ണിൽ പാട വന്ന് മൂടിയ പോലെ എനിക്ക് ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായി. പെങ്ങൾ തങ്ക ഒരു ലൂപ്പാണ്. എന്നെ ആക്ച്വലി ഒരു സ്ത്രീയായിട്ട് അവർ കൺസിഡർ ചെയ്തിട്ട് പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സാമ്പത്തിക സുരക്ഷിതത്വം ആക്ച്വലി ഇപ്പോഴും ഇല്ല. വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ടെൻറ്റിൽ നിന്നൊക്കെ തുടങ്ങണം. ഒതുങ്ങി ചിരിച്ചിരുന്നൊരു കാലമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എനിക്ക് എത്ര നാളുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ എപ്പോൾ ചെയ്യും. അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആക്ട്രസ് ഗീതി സംഗീതയാണ്. നമസ്കാരം. നമസ്കാരം. നമ്മൾ കാണുന്ന സിനിമകളിലെല്ലാം ചേച്ചി വളരെ ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടറുകളാണ് ചെയ്യുന്നത്. ശരിക്കും റിയൽ ലൈഫിലും ഭയങ്കര ബോൾഡ് ആൻഡ് സ്ട്രോങ് ആണോ? ആക്ച്വലി ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടർ തന്നെ വേണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹമില്ല. പക്ഷേ ചിലതൊക്കെ അങ്ങനെയാണ് സംഭവിച്ചു വരുന്നത്. വേറെയും ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്, പക്ഷേ കൂടുതലും ആൾക്കാർ ശ്രദ്ധിക്കപ്പെടുന്നത് ഇങ്ങനത്തെ സാധനങ്ങളാണെന്നുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. നോർമൽ ലൈഫിൽ ബോൾഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ ആണ് ആയി വന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. അപ്പം എന്താ പറയുക, ചില സമയത്ത് ഞാൻ കുറച്ച് ഇമോഷണലാണ്, പക്ഷെ ഞാൻ അതങ്ങനെ പുറത്ത് കാണിക്കാറില്ല. ആളുകൾക്ക് ഇത്തരം ഒരു ബോൾഡ് ആൻഡ് സ്ട്രോങ് ക്യാരക്ടർ ഉള്ളത് കൊണ്ട് തന്നെ സിനിമയിൽ നമ്മൾ കാണുമ്പോൾ അങ്ങനെയാണല്ലോ, അത് ഒരു നെറേറ്റീവ് ഉണ്ടല്ലോ, വില്ലൻ റോൾ ചെയ്യുന്നവരെല്ലാം ഭയങ്കര റഫ് ആൻഡ് ടഫ് ആയിരിക്കും, ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ ആയിരിക്കും എന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ വെറുതെ ഇങ്ങനെ ചിന്തിച്ച് വെക്കുമല്ലോ. അപ്പോൾ ആളുകൾക്ക് വന്ന് അപ്രോച്ച് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അതുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലർ സംസാരിച്ച് തുടങ്ങുമല്ലോ, തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ ഒരു അയ്യോ ചേച്ചി ഇത്ര പാവമായിരുന്നു, പക്ഷേ ചേച്ചി കണ്ടാൽ ഭയങ്കര എന്താ പറയുക ബോൾഡാണെന്ന് തോന്നും, അല്ലെങ്കിൽ ഭയങ്കര ജാടയാണെന്ന് തോന്നും, അങ്ങനെയൊക്കെ. അപ്പം ഞാനിപ്പോൾ അങ്ങനെ അല്ലാന്ന് എനിക്ക് പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. ഞാൻ സംസാരിക്കുമ്പോൾ അറിയാമല്ലോ, അത് മതിയല്ലോ, കുഴപ്പമില്ലല്ലോ. ചുരുളി എന്ന് പറയുന്ന സിനിമ അതൊരു ഭയങ്കരമായിട്ട് ചേച്ചിനെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളൊരു ക്യാരക്ടറാണ് പെങ്ങൾ തങ്കം എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരോടൊക്കെ ചേച്ചിയാണ് ഇന്ന് ഇൻ്റർവ്യൂവിൽ വരുന്നതെന്ന് പറഞ്ഞ സമയത്തിനോട് പറഞ്ഞു അയ്യോ പെങ്ങൾ തങ്കം എന്ന് പറയുന്ന ഒരു ഇമോഷൻ അവർക്കുണ്ട്. ചുരുളി എപ്പോഴും ഒരു ലൂപ്പാണ്, ഇപ്പോഴും അത് ചർച്ചയ്ക്ക് എത്താറുണ്ട്. നമ്മൾ അതിനുള്ളിൽ പിന്നെയും കാണുമ്പം പിന്നെയും അതൊരു ചർച്ചയ്ക്കുള്ള വിഷയം അതിനകത്തുണ്ട്. ആ പെങ്ങൾ തങ്കം ഒരു ലൂപ്പായിട്ട് എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ട്? പെങ്ങൾ തങ്കം ഒരു ലൂപ്പാണ് ആക്ച്വലി. ഇത് എനിക്കോട് 3 വർഷം മുമ്പ് ഞാൻ ഇതേ സാധനം പറഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെയാണ് ഉള്ളത്. അത് ഇറങ്ങിയതിന് ശേഷം എല്ലായ്പ്പോഴും ചുരുളിയാണ് എന്താ പറയുക എൻ്റെ ഒരു അഡ്രസ്സായിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ എല്ലാവരും ഒരു 100 പേര് എന്നോട് സംസാരിച്ചാൽ അതിലൊരു 90 പേരും ആദ്യം ചുരുളിയെക്കുറിച്ചായിരിക്കും സംസാരിക്കേണ്ടാവുക. അപ്പോൾ അത് ആൾക്കാരിൽ അത്രയും ആ സിനിമയും അത്രയും അവരുടെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ ഉറപ്പായിട്ടും ആ ക്യാരക്ടറും. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് കാലത്തിന് ശേഷം അത്ര ഒരു അറ്റയറിൽ അത്ര ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്യാരക്ടറൊക്കെ അങ്ങനെ വന്നത് കുറച്ച് റെയർ ആയതുകൊണ്ടായിരിക്കാം. മേ ബി മുമ്പൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, മീൻസ് ഈ റീസെൻറ്റ് ടൈംസിൽ അങ്ങനെ വരുന്നത് കുറവായതുകൊണ്ടാണ് എന്താണെന്ന് അറിയത്തില്ല. എനിവേസ് എന്തായാലും അത് ആൾക്കാരുടെ മനസ്സിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പെങ്ങൾ തങ്ക. അതായത് ആ സിനിമേൻ്റെ ക്യാരക്ടർ ലിജോ ജോസ് പെല്ലിശ്ശേരിൻ്റെ ഒരു മൂവിയാണ്. അതിലേക്ക് ഇങ്ങനെ എത്തുമ്പോൾ ഓക്കെ ഇത് തിരഞ്ഞെടുക്കാം, ഇതിന് ഇത്ര ഇമ്പാക്റ്റ് ഉണ്ടാകും എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? അല്ല, ആക്ച്വലി ലിജോ സാറിൻ്റെ പടത്തിലേക്ക് വിളിക്കാന്നൊക്കെ പറയുന്നത് എന്നെ സംബന്ധിച്ച് അന്ന് എന്താ പറയുക, ഞാൻ സ്വപ്നത്തിലാണോ എന്നൊക്കെ തോന്നുന്ന അത്രയും എക്സൈറ്റഡ് ആയിരുന്നു. അപ്പം ഞാൻ ചോദിക്കുകയുണ്ടായി, എന്നിട്ട് എന്നെ വിളിച്ച പ്രൊഡക്ഷൻ്റെ ആൾക്കാരോട് ഞാൻ ചോദിച്ചു എന്നെ എങ്ങനെ അറിയാം സാറിന് ചോദിച്ചപ്പോൾ പറഞ്ഞു സാറ് ഫിക്സ് ചെയ്തിട്ടാണ് വിളിച്ചത്, ആ ക്യാരക്ടർ വരെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പടം ക്യൂബൻ കോളനിയുടെ ക്യാരക്ടർ പോസ്റ്റർ സാറ് കണ്ടിട്ട് ആണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് പറഞ്ഞു. പിന്നെ സാർ എന്നോട് പറഞ്ഞു സാർ ആ പടവും കണ്ടിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പം ഈ സിനിമയിലേക്ക് തന്നെ നമ്മൾ ചുരുളിയിൽ കൂടുതലായിട്ടുമുള്ളത് പുരുഷന്മാർ കൂടുതലായിട്ടുള്ളൊരു സെറ്റായിരുന്നു അതിനകത്ത്. അപ്പം അത്തരമൊരു ഡ്രസ്സ് അല്ലെങ്കിൽ കോസ്റ്റ്യൂം ഇട്ട് ഇങ്ങനെ അഭിനയിക്കാൻ വേണ്ടി അങ്ങ് ഇറങ്ങുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലൊരു ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, ആക്ച്വലി കോസ്റ്റ്യൂം ഇട്ട് ഞാൻ കുടിലിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ അന്നേരം സാറിനെ കണ്ടിട്ടില്ല. അപ്പോൾ മഷർ അന്നിട്ട് എനിക്കൊരു തോർത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഒരു തോർത്തിട്ട് നമ്മുടെ പഴയ അമ്മമാരൊക്കെ നിൽക്കുന്ന പോലെ അങ്ങനെ ഒരു ഇതിലാണ് നിന്നേ. അപ്പോൾ മഷർ വന്നിട്ട് എന്നോട് പറഞ്ഞു സാറ് ലുക്ക് കാണാൻ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ കുടിലിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പോൾ സാറിങ്ങനെ അപ്പോഴാണ് സാർ എന്നോട് പറഞ്ഞത് ഗീതി ഞാൻ നിങ്ങളുടെ ക്യൂബൻ കോളനി കണ്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് വേണ്ടത് ഒരു ലൗഡ് പെർഫോമൻസ് ആണ്, അങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ സാറിന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഉള്ളിൽ പോയപ്പോൾ മഷർ എന്നോടൊന്ന് ചോദിച്ചു സാറ് ചോദിച്ചു തോർത്ത് മാറ്റാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അത് ഷോട്ടിൻ്റെ സമയത്ത് മാറ്റിക്കോളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കങ്ങനെ
എനിക്കതൊരു ഓടായിട്ട് തോന്നുകയോ അല്ലെങ്കിൽ എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഞാനിപ്പോൾ തിരിഞ്ഞ് ആലോചിക്കുമ്പോൾ ഞാൻ വളരെ കാഷ്വലായിട്ട് എന്താ പറയുക, ഞാൻ കണ്ടിട്ടുണ്ട് ആവേശത്തിൽ ആൾക്കാരെ നാട്ടിൽ. ഞാൻ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരുവിധ ആൾക്കാരൊക്കെ ഈ പറഞ്ഞ മുണ്ടും ബ്ലൗസും നേരിയതും അല്ലെങ്കിൽ തോർത്തും അങ്ങനെയൊക്കെ വീട്ടിലിട്ടിട്ട് നിൽക്കുകയും എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ തോർത്ത് മാറ്റി വെച്ചിട്ട് അലക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളതുകൊണ്ടായിരിക്കും എനിക്കത് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ ആ ലൊക്കേഷനിൽ ആക്ച്വലി എന്താ പറയുക, വേറെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും സ്ത്രീകളുണ്ടായിരുന്നില്ല ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത്. ഞാനൊരു ഒറ്റ സ്ത്രീ ഉണ്ടായിരുന്നുള്ളൂ. എന്നെ ആക്ച്വലി ഒരു സ്ത്രീയായിട്ട് അവർ കൺസിഡർ ചെയ്തിട്ട് പോലും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനും അങ്ങനെയല്ല. സോ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഞാനിങ്ങനെ ഇരിക്കും. അങ്ങനെ അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നമ്മൾ അവരുടെ തുല്യമായിട്ട് ഒരാളായിട്ട് കാണുമ്പോൾ നമ്മളെന്തിനാന്നേ അയ്യോ ഞാനൊരു സ്ത്രീയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല ആക്ച്വലി. പിന്നെ എനിക്ക് എപ്പോഴും അങ്ങനത്തെ എക്സ്പീരിയൻസസ്. എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും പറയും ഗീതി ഞങ്ങളുടെ ആൺകുട്ടിയാണെന്ന്, മറ്റേ എൽസമ്മയെന്ന് ആൺകുട്ടി എന്ന് പറഞ്ഞ പോലെ പറയുക. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാത്തിനും അവരുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരാൾ എന്നുള്ള സ്ഥാനത്തിലാണ് ഞാൻ എല്ലായ്പ്പോഴും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഒക്കെ നിൽക്കുന്നത്. അല്ലാതെ ഞാനൊരു സ്ത്രീയാണ് കേട്ടോ, നിങ്ങൾ പുരുഷന്മാരാണ്, അങ്ങനെയൊന്നും ഞാൻ അങ്ങനെ ഒരാളല്ല. അതുകൊണ്ടായിരിക്കും. ഈ സുമതി വളവ് ആ സിനിമ കാണാൻ വേണ്ടി എൻ്റെ ട്രെയിലർ വന്ന സമയത്ത് എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം ചേച്ചി തന്നെയായിരുന്നു. അതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കോസ്റ്റ്യൂമോ മേക്കപ്പോ എന്തോ ഒരു സാധനം കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നി ഓക്കെ ഈ സംതിങ് ഒന്ന് പോയി കണ്ടേക്കാം എന്നെനിക്ക് തോന്നി. ഭയങ്കര ആ ഒരു സിനിമ കാണാൻ ടച്ച് വുഡ് ഇനി അങ്ങനത്തെ സിനിമകളുണ്ടാവുണ്ട് വെച്ചാൽ ഞാൻ തീരുമാനിച്ചത് ചേച്ചീൻ്റെ ഒരു കോസ്റ്റ്യൂമും ആ വന്നിട്ടുള്ളൊരു അപ്പിയറൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ്. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു കഥാപാത്രം തിരഞ്ഞെടുക്കാമെന്ന് തീരുമാനിച്ചത്? അല്ല, സുമതി വളവിലേക്ക് ആക്ച്വലി എന്നെ ആദ്യം വിളിക്കുന്നത് ഇവരുടെ ഒരു ടൈറ്റിൽ ലോഞ്ചിന് വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അഭിലാഷാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി ഇങ്ങനെ ഒരു കഥ നരേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അവരാദ്യം എന്തോ പൃഥ്വിരാജിനായിട്ടുമാണ് അതിനകത്തേക്ക് ചെയ്യിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നതെന്ന് പറഞ്ഞു. പിന്നെ വിഷ്ണു എന്തോ പറഞ്ഞു ചേച്ചി ചെയ്താൽ ഇങ്ങനെ ചുരുളിയുടെ ശബ്ദം കേട്ടിട്ട് അങ്ങനെ ആണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പോയി വോയിസ് ഓവർ കൊടുത്തു പോന്നു. അത് കഴിഞ്ഞിട്ട് അവർ ടൈറ്റിൽ ലോഞ്ചിന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു IMA ഹാളിൽ. അപ്പോൾ ആ പരിപാടിക്കിടയ്ക്കാണ് അഭിലാഷ് സ്റ്റേജിൽ വെച്ച് അനൗൺസ് ചെയ്യുന്നത്. അതിന് ചേച്ചി ഞങ്ങളുടെ അടുത്തൊന്നും ചോദിച്ചിട്ടില്ല ഞാനുണ്ടോ ഇല്ലയോ, അങ്ങനെയൊക്കെ സാധാരണ പടമാണെന്ന് പറയുമ്പോൾ ചോദിക്കുമല്ലോ ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് ചേച്ചി എന്തായാലും ഞങ്ങളുടെ പടത്തിലുണ്ട് എന്ന് അങ്ങനെ സർപ്രൈസായിട്ടൊരു അനൗൺസ്മെൻറ്റ് സ്റ്റേജിൽ നിന്ന് നടത്തി. ഞാൻ ഭയങ്കര ഹാപ്പിയായി. എനിക്കിത് ക്യാരക്ടറൊന്നും അറിയില്ല. അപ്പോൾ എന്നോട് പിന്നീട് നരേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നീടാണ് ഇങ്ങനെ ഒരു പരിപാടിയാണ്, ഒരു തമിഴ് ഒരു ടച്ചുള്ളൊരു ക്യാരക്ടറാണ് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ കൂടുതലായിട്ട് എൻ്റെ ലുക്കിനെ കുറിച്ച് എന്നോട് ജിത്തുവാണ് പറഞ്ഞത്, എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. പുള്ളിയാണ് എന്നോട് പറഞ്ഞ കണ്ണിൻ്റെ ഒരു പരിപാടിയൊക്കെ ഉണ്ട്, നമുക്കൊരു വേറൊരു പരിപാടി പോയി. അപ്പോൾ എനിക്ക് അങ്ങനെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആക്ച്വലി ഒരു ക്യാരക്ടറിലേക്ക് എന്നെ വിളിക്കുമ്പോൾ തന്നെ ഞാൻ ആദ്യം അവരോട് ചോദിക്കുക എന്താണ് ഇതിൻ്റെ ലുക്ക്, അവരുടെ ഏജ് എന്താണ്, എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്നൊക്കെ ചോദിക്കും. അപ്പം ഇതിലൊരു വെറൈറ്റി ലുക്ക് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കുറച്ച് എക്സൈറ്റഡ്. എനിക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറി ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അങ്ങനെ വലിയ അവസരങ്ങൾ ഇവിടെ വരുന്നില്ലെങ്കിൽ പോലും എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് എന്താ പറയുക ലുക്ക് വൈസും എന്താ പറയുക ബോഡി വൈസും ഒക്കെ മാറാൻ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതിലങ്ങനെ ഒരു വേറൊരു മേക്ക് ഓവർ വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. അത് ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണാടിലേക്ക് ആ ഒരു ലുക്ക് നമ്മളെ പേടിപ്പിക്കുന്നുണ്ട്. കാരണം സുമതി വളവിലെ പ്രേതം എന്ന് പറയുന്നതിനേക്കാളും ഞാനൊരു നിമിഷം അയ്യോ എന്നായിപ്പോയത് ആ സിനിമയിൽ ആ ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് വന്നിട്ട് ഒരു ഡയലോഗ് പറയുന്ന ഒരു സാധനമാണ്. അപ്പം അല്ല, അത് എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ഡേ ഇവരുടെ കൂടെ അല്ല കണ്ടത്. ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു ഒരു വർക്കിൻ്റെ ആവശ്യത്തിന്. അപ്പോൾ ഞാൻ അവിടെ തിയേറ്ററിൽ പോയി കാണുമ്പോഴത്തേക്ക് എൻ്റെ അടുത്തിരുന്ന ആൾക്കാർക്ക് ഇങ്ങനെ ഒരു അപ്പം നമുക്ക് ഓക്കെ അങ്ങനെ ഉണ്ടല്ലോ. അതായത് അർജുനാശോകൻ പേടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മളും പേടിച്ചു എന്നുള്ളതാണ്. അവിടെ നമ്മൾ ആ ഒരു എക്സ്പെക്ട് ചെയ്യുന്നില്ല. എനിക്ക് എന്തോരം ആൾക്കാരെ മെസ്സേജിൽ കൂടെയും ഫോണിൽ കൂടെ ഒക്കെ പറയുന്നറിയോ, ചേച്ചി എന്താ പറയുക യക്ഷിയെ കണ്ട് പേടിച്ചില്ലെങ്കിൽ ഒരു ചേച്ചിയെ കണ്ട് പേടിച്ചു. അത് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് ഉണ്ട് സോണി എന്ന് പറഞ്ഞത്, ചേച്ചിയുടെ വീട്ടിൽ ഞാൻ ഉണ്ടായിരുന്നു സൺഡേ. അപ്പോൾ അവരുടെ വീട്ടിൽ പണിക്കാരുണ്ടായിരുന്നു മുകളിൽ. അപ്പോൾ അവരെന്തോ സംസാരിച്ച് വന്ന കൂട്ടത്തിൽ ഇവരോട് പറഞ്ഞു ഇന്നലെ ഞങ്ങൾ സുമതി വളവ് കാണാൻ പോയി ചേച്ചി, അതിനകത്ത് ഒരു തള്ളയുണ്ട് അവരെ കണ്ടുപോയി പേടിച്ചെന്ന് പറഞ്ഞത്. സോണി ചേച്ചി എന്നെ വിളിച്ചു ഒന്നിങ്ങി വന്നേന്ന് പറഞ്ഞിട്ട് ഞാൻ കൂടി ചെന്നപ്പോൾ അവരെന്നെ ഇങ്ങനെ നോക്കിയിട്ട് അവർക്ക് മനസ്സിലായില്ല, ഞാൻ വളരെ നോർമൽ ലുക്കിലാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ സോണി ചേച്ചി ഇതാരാന്ന് മനസ്സിലായോ? പറഞ്ഞില്ല എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ പറഞ്ഞു നിങ്ങളിപ്പോൾ പറഞ്ഞ ആളിതാ. അപ്പോൾ ആ പയ്യന് അവൻ്റെ കണ്ണിങ്ങനെ ബൾബായിട്ട് അതൊക്കെ രസമാണല്ലോ. ഭയങ്കരമായിട്ട് നമ്മളെ പേടിപ്പിച്ച് കളഞ്ഞിരുന്നു എനിക്കും. അതായത് ആ സുമതി വളവിലെ പ്രേതമായിരുന്നില്ല എന്നെ പേടിപ്പിച്ചത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ജീവിതത്തിൽ ഫൈറ്റ് ചെയ്ത് തന്നെ ജീവിക്കണം, മുമ്പോട്ടിനി ജീവിച്ചേ മതിയാവൂ എന്നൊരു തീരുമാനം എടുക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട്. കൂടെ നിർത്തിയവരുണ്ട്, പകുതി വഴിയിൽ ഇട്ടിട്ട് പോയവരുണ്ട്. അങ്ങനെ പല ഘട്ടങ്ങളിലൂടെ നമ്മളൊക്കെ കടന്നു പോകുമല്ലോ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ. അപ്പം ഇപ്പോൾ അത് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ആക്ച്വലി എൻ്റെ ജീവിതത്തിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് ആക്ച്വലി ഈ മൊമെൻ്റ് വരെയും.
ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഘട്ടത്തിൽ ഞാൻ ജോലിയൊക്കെ വിട്ടിട്ട് ഞാൻ ഇനി എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുവരെ ഞാൻ എനിക്ക് ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ട് അവരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അതൊന്നും ഞാൻ എനിക്കിനി എത്ര നാൾ ഉണ്ടെന്ന് എനിക്കറിയില്ല. ആക്ച്വലി അങ്ങനെ എനിക്ക് തോന്നിപ്പിച്ചതിന് കാരണം തന്നെ എൻ്റെ അമ്മയ്ക്ക് 37 വയസ്സുള്ളവ മരിച്ചുപോയി. ഓക്കെ, അപ്പം ഞാനിങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്കും നമുക്കറിയത്തില്ല, അമ്മ ഓൾ ഓഫ് എ സഡൻ ന്യൂമോണിയ വന്നിട്ട് നമ്മളാരും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല അങ്ങനെ. അപ്പം ഞാൻ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എനിക്ക് എത്ര നാളുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ എപ്പോൾ ചെയ്യും അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ നാടകം ചെയ്യുക, യാത്ര ചെയ്യുക എന്നൊക്കെ പറയുന്ന എൻ്റെ ഇഷ്ടങ്ങളിലേക്ക് ഞാൻ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഇപ്പോൾ തിരിഞ്ഞാലോചിക്കുമ്പോൾ ജോലി കിട്ടിയതിൽ ചിലരൊക്കെ എന്നോട് ചോദിക്കും റിഗ്രറ്റ് തോന്നാറില്ലേ എന്നൊക്കെ ചോദിക്കും. നമ്മൾ പലപ്പോഴും കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിട്ടാണല്ലോ ചിലപ്പോൾ ചില സമയത്തൊക്കെ പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ എനിക്ക് ഇന്ന് വരെയും അങ്ങനെ ഞാൻ ചെയ്തതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ എന്തൊക്കെ വേറെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും പക്ഷെ ഞാൻ മെൻ്റലി ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ ആയിരിക്കേണ്ട സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളതെന്നും അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും ഒക്കെ ഒരു ബോധ്യം എനിക്കുണ്ട്. സോ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്ന് അല്ലെങ്കിൽ നാളെ ഞാൻ മരിച്ചു വരെ ഞാൻ ഹാപ്പിയാണ്. അതൊരു വലിയ കാര്യമാണല്ലോ. നമ്മൾ ഹാപ്പി ആയിരിക്കുക, നമ്മളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ഞാൻ ചേർത്ത് ചോദിക്കുകയാണ്, നമ്മൾക്കൊരു സാമ്പത്തിക പ്രശ്നങ്ങൾ, നമ്മുടെ ഒരു അരക്ഷിതാവസ്ഥ എത്തുമല്ലോ, ഈ ചെറിയ റോളുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നു, പക്ഷെ എല്ലാം ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. പക്ഷെ നമുക്കൊരു സാമ്പത്തിക ഭദ്രതയിലേക്ക് എത്തുമോ, നമുക്ക് കുടുംബം നോക്കണം, ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പം ഈ ഒരു മേഖലയിൽ നിൽക്കുമ്പം അത്തരത്തിലൊരു സാമ്പത്തിക സുരക്ഷിതത്വം അനുഭവപ്പെട്ടിരുന്നു, അത് എൻ്റെ ഒരു ഹാപ്പിനെസ് എന്നതിൽ മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തത്? സാമ്പത്തിക സുരക്ഷിതത്വം ആക്ച്വലി ഇപ്പോഴും ഇല്ല. ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. വർക്ക് ഉള്ളപ്പോൾ വർക്ക് ഉണ്ടാവും, ചിലപ്പോൾ വരുമ്പോൾ എല്ലാ വർക്കും കൂടെ ഒരുമിച്ച് വരും. അപ്പം നമുക്ക് ചിലപ്പോൾ ചിലത് വിടേണ്ടി വരും, മനസ്സിലായില്ലേ? ചില സമയത്ത് വർക്കുകൾ കുറവായിരിക്കും. ഇപ്പം തന്നെ കർക്കിടകം ഇത്രയും മഴ, ഷൂട്ട് കുറേ കുറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ ഈ ഇൻഡസ്ട്രിയിൽ ഒന്നും ഇങ്ങനെ ശാശ്വതമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന സാധനങ്ങളല്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സോ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ സ്ട്രഗിൾസ് ഉണ്ടാവും സ്വാഭാവികമായിട്ടും. പക്ഷേ എന്താ പറയുക, ഞാൻ അങ്ങനെ കുറേ പൈസ ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ പേരിൽ ഇങ്ങനെ അങ്ങനെ അതല്ല എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ്. എനിക്ക് എൻ്റെ കാര്യങ്ങൾക്ക് വേറൊരാളിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടമുള്ളതുപോലെ യാത്ര ചെയ്യാനുള്ള ഫണ്ട് എൻ്റെ കയ്യിലുണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ പ്രയോറിറ്റി. അതല്ലാണ്ട് കുറേ കാശുണ്ടാക്കണം അങ്ങനെയല്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ഇന്നൊരാളുടെ മുന്നിൽ നമ്മൾ ചോദിക്കേണ്ടി വരാതെ ജീവിക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ ഒരു ബേസ് സാധനം. അതെ, ബാക്കിയൊക്കെ പറഞ്ഞ പോലെ ലക്ഷറിയാണ്. പിന്നെ എന്താ പറയുക, സ്വാഭാവികമായിട്ടും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. അതിൽ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ പോട്ടെ ശരിയാവും എന്നല്ലെങ്കിൽ നാളെ എന്നൊക്കെ ഒരു സാധനം ഉണ്ടല്ലോ. നമ്മളെ രൂപപ്പെടുത്തുന്നതിൽ നമ്മുടെ മാതാപിതാക്കളുടെ പങ്ക് വളരെ വലുതാണ്. അപ്പം ഇങ്ങനെ സ്ട്രോങ് ആയി നിൽക്കണമെങ്കിൽ ഇതിൻ്റെ പുറകിൽ നമ്മുടെ പാരൻസ് നമുക്ക് ചെറുപ്പത്തിൽ തന്നിട്ടുള്ള ഉപദേശങ്ങളുണ്ടാവും, ചേർത്ത് പിടിക്കലുണ്ടാവും, വഴക്കുകളുണ്ടാവും, ഒക്കെ ഉണ്ട്. അപ്പം ഇപ്പം ഇങ്ങനെ സ്ട്രോങ് ആയിരുന്ന് പറയാൻ പല പ്രശ്നങ്ങളെയും ജീവിതത്തിൽ ഫേസ് ചെയ്യാൻ വേണ്ടി, ചിരിച്ചുകൊണ്ട് ഫേസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പം അവരുടെ പങ്കിനെക്കുറിച്ച് ഒന്ന് പറയാൻ പറ്റുമോ? ആക്ച്വലി പാരൻസിൻ്റെ പങ്കെന്ന് പറഞ്ഞാൽ എനിക്ക് 17 വയസ്സുള്ളപ്പോൾ എൻ്റെ അമ്മ മരിച്ചത്. അപ്പോൾ അമ്മയുടെ ഞാൻ ചില സമയത്ത് പറയാറുണ്ട്, എന്താ പറയുക, ലൈഫ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ടെൻറ്റിൽ നിന്നൊക്കെ തുടങ്ങണം എന്ന്. കുറേ കാര്യങ്ങൾ മാറ്റി ചെയ്യാനുണ്ട് അങ്ങനെ. അപ്പോൾ ഉറപ്പായിട്ടും അമ്മ കുറച്ചും കൂടി അമ്മയുടെ അടുത്ത് എല്ലാം പറയാമായിരുന്നു. ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അന്ന് എൻ്റെ പിന്നാലെ നടന്ന ചെക്കന്മാരെ കുറിച്ച് വരെ ഞാൻ എൻ്റെ അമ്മയോടാണ് ചെന്ന് പറയുക, അമ്മ അവൻ ഓഹോ എന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത്ര ഫ്രണ്ട്ലി ആയിരുന്നു. അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ ഭയങ്കര എന്താ പറയുക, അച്ഛനോട് ഭയങ്കര ബഹുമാനമാണ്. അതേപോലെ അച്ഛനോട് അത്യാവശ്യം പേടിയുമായിരുന്നു. അച്ഛൻ എന്നെ ഉറക്കെ പേര് വിളിച്ചാൽ അപ്പം ഞാൻ കരയും, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു വായനാശീലം, കലയെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ ഉറപ്പായിട്ടും എന്താ പറയുക, സ്കൂളിൽ പഠിക്കുമ്പോൾ മുതലേ പുസ്തകങ്ങളെ പരിചയപ്പെടുത്തിയതും ഇഷ്ടംപോലെ ബുക്ക്സ് വാങ്ങി തന്നതും അച്ഛൻ്റെ കയ്യിൽ തന്നെ ഒരു ലൈബ്രറി പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വായിച്ച് വളരാനുള്ളൊരു അവസരം ഉണ്ടാവുകയും, മനസ്സിലായില്ലേ? അപ്പം പഠിക്കുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് നമുക്ക് വേറെ ഇങ്ങനെ ആർത്തിയോടുകൂടി വായിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക് മുമ്പ്. ഇപ്പോൾ കുറേ കുറഞ്ഞിട്ടുണ്ട്, എന്നാലും പറ്റുന്ന പോലെ ഇപ്പോഴും ഉണ്ട് വായന. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ ആക്ച്വലി എന്താ പറയുക, അതൊക്കെ ഈ പറഞ്ഞ അച്ഛന് ഒരു പക്ഷേ അച്ഛനും ഇപ്പം ഇല്ല, ജീവിച്ചിരിപ്പില്ല. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അച്ഛൻ എന്നെ ഓർത്ത് അഭിമാനിച്ചെന്നെ എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഒരു മേഖലയിലേക്ക് വരണമെന്നൊക്കെ ഈ ഒരു ഉറപ്പായിട്ടും ഇല്ല കേട്ടോ. അച്ഛനും പോയതിന് ശേഷമാണ് ഞാൻ ഇതിലേക്കൊക്കെ വന്നത്. ഒരുപക്ഷെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ജോലി കിട്ടിയാൽ എനിക്ക് പറ്റുമായിരുന്നോ എന്ന് എനിക്കറിയില്ല. കാരണം എനിക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല.
അച്ഛനോട് അതെങ്ങനെ പറയുക എന്നുള്ള സാധനം ഉണ്ടല്ലോ. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഞാൻ അവർക്കൊക്കെ വേണ്ടി ജീവിച്ചു. ഇപ്പോൾ അവരൊന്നും ഇല്ല, ഈ പറഞ്ഞ പോലെ ഇനി എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കാം എന്നൊരു സാധനത്തിലാണ് മൊത്തത്തിൽ എല്ലാം മാറി മറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് മേ ബി അവരവിടെ ഇരുന്നിട്ട് സന്തോഷിക്കുന്നുണ്ടാവാം. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു ചുവടുവെപ്പ് വെക്കുമ്പോൾ ഇത് ഭയങ്കര ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഓക്കെ, ഈ ഒരു തീരുമാനം എടുത്തതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും നല്ലൊരു തീരുമാനം, അങ്ങനെ ഉണ്ടാവാം നമുക്ക്. അപ്പം അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു തീരുമാനം ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ചോ എന്ന് തോന്നിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും. ഞാൻ മുന്നും പിന്നും നോക്കാതെ എൻ്റെ ജോലി റിസൈൻ സീരിയസ്ലി. ഞാൻ എൻ്റെ സിസ്റ്ററോടൊന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ സിസ്റ്റർ അത് അറിഞ്ഞിട്ട് അവളെന്നോട് ചോദിച്ചത്, നീ ആത്മഹത്യ ചെയ്യാൻ വല്ല പോകുന്നുണ്ടോ, നീ എന്താ ഉദ്ദേശിക്കണേ, നീ എന്താ ചെയ്യാൻ പോണേ, എന്താ ഞാൻ പറയാം, ഞാൻ നാടകം ചെയ്യാനാണ് സിനിമ വിട്ടതെന്ന് എനിക്ക് പറയാൻ പറ്റുമോ, ഞാൻ യാത്ര ചെയ്യാനാണ് സിനിമ വിട്ടതെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ അല്ല, എനിക്ക് കുറച്ചും കൂടി എനിക്ക് കംഫർട്ടായിട്ടുള്ള വേറെ എന്തെങ്കിലും പരിപാടി കണ്ടുപിടിക്കാം, ഐ മീൻ എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെയാണ് ഞാൻ അന്നോട് പറഞ്ഞത്. അവർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ സിനിമയിൽ വന്ന് ഒരു 2-3 വർഷം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അവരൊക്കെ അതൊന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ മനസ്സുകൊണ്ടെങ്കിലും, മനസ്സിലായില്ലേ. പിന്നെ അവളെന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിൻ്റെ മുഖത്ത് ഞാൻ എത്രയോ കാലത്തിന് ശേഷം സന്തോഷം കാണുന്നുണ്ട്, നീ ഇത്ര ചിരിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്നത് കാണുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യൂ എന്നുള്ളൊരു സാധനം അവളെന്നോട് പിന്നീട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്താ പറയുക, ഈ തീരുമാനം എടുത്ത സമയത്തൊക്കെ അവൾ ഭയങ്കര ടെൻഷനായിരുന്നു. സ്വാഭാവികമായിട്ടും നമുക്ക് ഊഹിക്കാമല്ലോ, ഉണ്ടാവും ടെൻഷൻ. പക്ഷേ അവളിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. നാടകം ചെയ്യുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് അത് വേറെ തന്നെയാണല്ലോ. അപ്പം ആദ്യമായി സ്റ്റേജിൽ കയറിയപ്പോൾ നാടകം ചെയ്തപ്പോഴൊക്കെ ഉണ്ടായിരുന്ന ഒരു ഫീലിംഗ് അതെങ്ങനെയായിരുന്നു? നാടകം ചെയ്യുന്നത് ആക്ച്വലി അതിൽ കിട്ടുന്ന അത് വേറൊരു ഫീലാണ്. നമ്മൾ ഒരു സ്റ്റേജും ഒന്നുപോലെ ആയിരിക്കത്തില്ല. തലേദിവസം പെർഫോം ചെയ്ത പോലെ ആയിരിക്കത്തില്ല. ഓഡിയൻസ് വേറെ ആയിരിക്കും, ഉറപ്പായിട്ടും ഈ നമ്മളും വേറെ ആയിരിക്കും. തലേദിവസത്തെ ആണ് നമ്മൾ പറയുന്ന ഡയലോഗും നമ്മൾ അതാ പറയുന്നത്, പൊസിഷനും ഒക്കെ അതായിരിക്കും. പക്ഷെ എന്നാലും അതിൽ വ്യത്യാസം ഉണ്ടാവും, ഉറപ്പായിട്ടും വ്യത്യാസം ഉണ്ടാവും. അത് വേറൊരു ഫീലാണ്. പിന്നെ അത് നമുക്ക് അപ്പം തന്നെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് കിട്ടുമല്ലോ, ഈ പറഞ്ഞ അവിടെ നിന്നുള്ള റെസ്പോൺസുകൾ കിട്ടും ആൾക്കാരുടെ അടുത്തുനിന്ന്. സിനിമ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ചെയ്ത് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്, ഇത് ഇറങ്ങി ആൾക്കാർ കണ്ട് അഭിപ്രായം പറഞ്ഞ് വരണം. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൽ നിന്നുള്ളൊരു റിസൾട്ട് കിട്ടും. ഞാൻ ഈ തുറമുഖ നാടകം ചെയ്യുന്ന സമയത്തൊക്കെ കൊച്ചിയിലെ വളരെ പ്രായമുള്ള ആൾക്കാർ വന്നിട്ട് കൈ പിടിച്ച് എൻ്റെ കണ്ണ് നിറഞ്ഞ് എൻ്റെ അടുത്ത് ഞങ്ങളുടെ ഉമ്മയെ ഓർമ്മ വന്നു. അതായത് ആ കാലത്ത് 50s കഥയാണല്ലോ. അപ്പോൾ അവർക്ക് അവരുടെ ഉമ്മയെ ഓർമ്മ വന്നു എന്ന് പറഞ്ഞിട്ട് കണ്ണ് നിറഞ്ഞതിൻ്റെ മുന്നിൽ നിൽക്കുന്നത് അത് വേറെ ഫീലാണ് ഉറപ്പായിട്ടും. അതിന് പകരം വെക്കാൻ ഒരു അവാർഡും ഉണ്ടാവില്ല അല്ലേ ആളുകൾ? അതല്ല, അത് നമുക്ക് ആക്ച്വലി നമ്മൾ ഉള്ളിൽ ചെറിയ ചെയ്യുന്നത് ഇങ്ങനത്തെ മൊമെൻറ്റ്സ് ആണ്. ഈ പറഞ്ഞ സ്ട്രഗിൾസിലൂടെ ഒക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ആലോചിക്കുന്ന, ഓക്കെ നമ്മളിങ്ങനെയൊക്കെ ചില സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ആൾക്കാരുടെ സ്നേഹം നമ്മൾ ചെയ്യുന്ന അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരു സാധനം ഉണ്ടല്ലോ. ഇപ്പം ചേച്ചിയിലേക്ക് എത്തുന്ന കഥാപാത്രങ്ങളെല്ലാം ചെറുതാണ്, പക്ഷെ എല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. അപ്പം അതൊരു ഇൻറ്റൻഷനലി നമ്മൾ തിരഞ്ഞെടുക്കണമല്ലോ. നമുക്ക് കുറച്ച് സിനിമകൾ വരുന്നു, ഈ കഥാപാത്രം ഒക്കെ ശ്രദ്ധിക്കപ്പെടും, ആളുകൾ ചർച്ച ചെയ്യുമെന്ന്. ഒരു കഥാപാത്രം വരുമ്പോൾ അത് തിരഞ്ഞെടുക്കാമെന്ന് തീരുമാനിക്കാം, അല്ലെങ്കിൽ അത് തിരഞ്ഞെടുക്കുന്നതിൻ്റെ പിന്നിലെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ആക്ച്വലി ടീം തന്നെയാണ്. ഞാൻ ആക്ച്വലി അത് ഡയറക്ടർ ആരാണ്, അതിൻ്റെ പ്രൊഡക്ഷൻ സൈഡും ഈ പറഞ്ഞ ആക്ടേഴ്സ് ആരാണ്, കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്ന അങ്ങനെ ഞാൻ ആക്ച്വലി ഒരു സീനൊക്കെ ഉള്ള പല സിനിമകളും സംഭവിക്കുന്നത് അങ്ങനെയാണ്. ഈ പറഞ്ഞ റോഷാക്കാണെങ്കിലും അത് മമ്മൂക്കയുടെ കൂടെയാണ് എനിക്ക് സീൻ എന്നുള്ളതാണ്, മാലിക്കാണെങ്കിലും മിന്നൽ മുരളിയാണെങ്കിലും അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് പടങ്ങളിൽ ഞാൻ ഒരു സീൻ വന്നത് ആ ടീമിനെ കണ്ടിട്ടാണ്. അപ്പോൾ ഏറമൊക്കെ ചെയ്യുന്ന സമയത്ത് ജിതിൻ എന്നോടും ചേച്ചി ഒന്നും ചെയ്യാനല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു സാറില്ല, കുഴപ്പമില്ല, ഈ പറഞ്ഞ ഞാനൊരു 3D പടത്തിൽ കൂടെ ഉണ്ടായിക്കോട്ടെ. അപ്പോൾ അത് എനിക്ക് കിക്ക് തരുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. സോ അതുപോലെ തന്നെ തൊട്ടപ്പനിലെ ക്യാരക്ടർ ആയിക്കോട്ടെ, ലൂക്കയിലെ ക്യാരക്ടർ ആയിക്കോട്ടെ, കോഴിപ്പോരിലെ ക്യാരക്ടർ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുപോകുന്ന കഥാപാത്രങ്ങളാണ്. അപ്പം ഈ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് ഒക്കെ ഈ ക്യാരക്ടറിന് ഈ ഒരു ഇത്തരം റെഫറൻസ് എടുക്കാം എന്ന് തീരുമാനിക്കാറുണ്ടോ? അങ്ങനെ റെഫറൻസ് ആയിട്ട് എടുക്കുന്നതല്ല, പക്ഷെ ഉറപ്പായിട്ട് എനിക്ക് തോന്നുന്നു നമ്മളുടെ ഉള്ളിൽ കുറേ ആൾക്കാർ രജിസ്റ്റർ ആയി ഉണ്ടാവുമല്ലോ. ഞാനൊക്കെ വളരെ നോർമൽ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ കാണാനും ഈ പറഞ്ഞ ഇടപെടാനും ഒക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരാളുമാണ്. അപ്പോൾ പല ക്യാരക്ടേഴ്സ് അതുകൊണ്ട് തന്നെയാണ് പലർക്കും റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം അപ്പനിലേക്ക് ക്യാരക്ടർ കണ്ടിട്ട് ചില സ്ത്രീകൾ തന്നെ എന്നോട് പറഞ്ഞിട്ട് തല്ലാൻ തോന്നിയിട്ടുണ്ടെന്ന് അങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞാൽ തല്ലിക്കോ, അതാണല്ലോ, അപ്പോഴാണല്ലോ ക്യാരക്ടർ വർക്കാവുന്നത്. സോ അതുപോലെ ഹോമിലെ ക്യാരക്ടർ അങ്ങനെയൊക്കെ ആയിട്ട് എന്താ പറയുക, നമ്മൾ കണ്ടിട്ടുള്ള പലരും അതിനകത്തുണ്ടാവും. ഞാൻ ഇന്ന ആളെന്ന് അങ്ങനെ എനിക്കറിയാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷെ ഉറപ്പായിട്ടും ഞാൻ കണ്ടിട്ടുള്ള ആരെങ്കിലും ഒക്കെ ആ ക്യാരക്ടറുകളിൽ വന്ന് പോകുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കും.
അപ്പനിലെ ക്യാരക്ടർ നമ്മളെ വെറുപ്പിച്ച് കളി, ഇവരെന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് എന്ന് നമ്മൾ ചിന്തിക്കൂല. അതായത് അദ്ദേഹം ചെയ്തു വെക്കുന്നത് തന്നെ നമ്മൾ അത്രയും വെറുപ്പിച്ചിട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ അവരിങ്ങനെ ഇരുന്ന് കരയുന്ന സീനുകൾ, രണ്ടുപേരുടെ എൻട്രി, അത് കുടുംബത്തിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇവർ ശരിക്കും എങ്ങനെയാണ് ഇത്തരം കഥാപാത്രങ്ങൾ എടുക്കുന്നത്, ചെയ്യുന്നത് എന്ന് പറയുമല്ലോ. അപ്പം ആ അപ്പനിലെ കഥാപാത്രത്തെ ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, വന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പം ആ ഒരു ഫീലിംഗ് എങ്ങനെയാണ്? ഓക്കെ, ഞാൻ ആക്ച്വലി ഈ അപ്പൻ കണ്ടിട്ട് ഒരു തെലുങ്ക് ഒരു ലേഡിയെ എൻ്റെ അടുത്ത് എന്നെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആ സമയത്തോട്ടാണ് അത് OTT റിലീസായത്. അവരെന്നെ വന്നിട്ട് സംസാരിച്ചിട്ട് അവരെന്നോട് പറഞ്ഞു, അവർ തെലുങ്കത്തിയാണ്, മലയാളം പടങ്ങൾ കാണാൻ ഇഷ്ടമുള്ള ആളാണ്, കണ്ടിട്ട് റീസെൻ്റ്ലി അങ്ങോട്ട് അവരപ്പൻ കണ്ടിട്ടില്ല. അപ്പോൾ അവർ എന്നോട് അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഈ OTT കൊണ്ടുണ്ടായ ഒരു ഇതാണ്, കാരണം അതർ ലാംഗ്വേജ് ആൾക്കാരും കാണുന്നു, അവർക്ക് കൂടി അത് റിലേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. അവിടെയാണ് അതിൻ്റെ ഒരു സന്തോഷം. സിനിമയിൽ അവർ പറഞ്ഞ ആ ഷോൾ ഇങ്ങനെ ഇട്ടിട്ട് അത് ഓക്കെ, ആളുകൾക്ക് അത്രയും എന്താ പറയുക, അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കണ്ടുപോകുന്ന കഥാപാത്രങ്ങൾ ചെയ്തു വെക്കുക. അതായത് ഇപ്പോൾ ആളുകൾ വിചാരിക്കും ഓക്കെ ചെറിയ ക്യാരക്ടറാണ്, പക്ഷേ നമ്മൾ കണ്ടുപോകുന്ന ആളുകളെ അതുപോലെ ചെയ്ത് ഫലിപ്പിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത്ര ഈസി അല്ലല്ലോ. കാരണം ആളുകൾ ഇവരിങ്ങനെയൊന്നല്ല പെരുമാറുക, അല്ലെങ്കിൽ നമ്മൾ സിനിമകൾ കാണുമ്പോൾ കാണാറുണ്ടല്ലോ, ഇത് കുറച്ചും കൂടെ ഫിനാൻഷ്യലി റിച്ച് ആയിട്ടുള്ള ആളുകളാണ് ഇങ്ങനെ ബിഹേവ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെയാണ് ബിഹേവ് ചെയ്യുക, ഇതൊരു നോർമൽ ആളുകൾക്ക് പറ്റും. നമ്മളെ ഏത് ചേരിയിലും കൊണ്ടിടാം, ഏത് മാളികയിലും കൊണ്ടിരുത്താം എന്നുള്ളൊരു സാധനത്തിലേക്ക് എനിക്ക് ഭാഗ്യവശാൽ അങ്ങനത്തെ ക്യാരക്ടേഴ്സും ഒക്കെ വരുന്നുണ്ട്. സോ നല്ല കാര്യം. ഈ പറഞ്ഞ ചുരുളിയിലെ പെങ്ങൾ തങ്കയെക്കുറിച്ച് ഒരു ക്യാരക്ടർ സ്റ്റഡി നടത്തിയിട്ട് ഒരു പെൺകുട്ടി എനിക്കൊരു മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു നീണ്ട മെയിൽ. ഞാനത് വായിക്കുമ്പോൾ അപ്പോൾ ആ കുട്ടി പറഞ്ഞതിൻ്റെ ഒരു ബേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരൊരു നടിയാണെന്നും ഇവർ ഈ കോസ്റ്റ്യൂമിലേക്ക് അന്ന് കയറി അതിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്നതാണെന്നും നമുക്ക് പടം കണ്ടാൽ തോന്നില്ല. അവർ ഈ കോസ്റ്റ്യൂമിലാണ് ഇവർ വളർന്നു വന്നതെന്നും അവർ സ്ഥിരമായിട്ട് ഇങ്ങനെയാണ് നടക്കുന്നതെന്നുമാണ് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്റ്റഡി ആയിരുന്നു. ആക്ച്വലി അതും ഈ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ മുമ്പ് കണ്ടിട്ടുള്ള ആൾക്കാരുടെ ഇതൊക്കെ കൊണ്ടായിരിക്കാം എനിക്കത് അത്രയും അനായാസമായിട്ട് ആ കോസ്റ്റ്യൂമിൽ അങ്ങനെ വന്ന് പെർഫോം ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ക്യാരക്ടർ തിരഞ്ഞെടുക്കുമ്പോൾ നെഗറ്റീവ് തിരഞ്ഞെടുക്കാറുണ്ട്, കൊമിക്കായിട്ടുള്ള തിരഞ്ഞെടുക്കാറുണ്ട്, അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളത് തിരഞ്ഞെടുക്കാറുണ്ട്. ഇപ്പം നമ്മൾ കോടതിയിലെ സീനുകളായിക്കോട്ടെ, ക്യാരക്ടർ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത്, അപ്പം ഇത്തരം ക്യാരക്ടറുകൾ ചെയ്യുമ്പം ഇതെനിക്ക് കുറച്ചും കൂടെ സ്പെഷ്യലായിരുന്നു, അല്ലെങ്കിൽ ഇതെനിക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നു, അങ്ങനെ തോന്നാറുണ്ടോ? ഇല്ല, അങ്ങനെ ടഫ് എന്ന് പറയാൻ അങ്ങനെ ഒന്നും എനിക്കങ്ങനെ അങ്ങനെയല്ല. ആക്ച്വലി ചിലതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വർക്ക് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ. ഇപ്പോൾ തുറമുഖ നാടകത്തിലെ ഉമ്മ, അതാണ് എനിക്ക് അങ്ങനെ ഞാൻ കുറച്ചധികം എഫേർട്ട് എടുത്തിട്ടുള്ളൊരു ക്യാരക്ടർ. അത് ഈ പറഞ്ഞ മാഷനോട് പറഞ്ഞു ഒരു 50 വയസ്സിന് മേലെ പ്രായമുള്ള സ്ത്രീയാണ്. അന്ന് ഞാൻ കുറച്ചുകൂടെ മെലിഞ്ഞിട്ടാണ്. അപ്പോൾ എന്നോട് തളതള ബോഡിയാണ്, അവർ ഒരു 5 മക്കളുടെ ഉമ്മയാണ്. സോ അവരിങ്ങനെ ഭയങ്കര ഫിറ്റ് ആൻഡ് ഇതൊന്നും ആയിരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ അതുപോലെ എൻ്റെ കണ്ണ് ഭയങ്കര ഷാർപ്പാണ്. അപ്പോൾ ആ ഉമ്മയുടെ കണ്ണൊരിക്കലും അത്രയും ഷാർപ്പായിരിക്കത്തില്ല. അവർ ഇത്രയും ജീവിത പ്രാരാബ്ദങ്ങളിലൂടെ പോകുന്ന ഒരാളാണ്, അതിൻ്റെ അവശതയും കാര്യങ്ങളൊക്കെ അവരുടെ കണ്ണിലുണ്ടാവും, അങ്ങനെയൊക്കെ. അപ്പോൾ ഈ പറഞ്ഞ കണ്ണിൻ്റെ ഈ ഷാർപ്നെസ് കുറയ്ക്കാനുള്ള ഐ എക്സസൈസും കാര്യങ്ങളിൽ കൂടെയൊക്കെ ആ പ്രോസസ്സിൽ കൂടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞാൽ കൃഷ്ണനെ വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആക്ച്വലി ആ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മകനെ ഒരു ആൾക്കൂട്ടത്തിൽ തിരയുന്ന ഒരു സീനുണ്ട്. ലിറ്ററലി എൻ്റെ കണ്ണിൽ പാട വന്ന് മൂടിയ പോലെ എനിക്ക് ആ സമയത്ത് എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഉറപ്പായിട്ടും ഞാനത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്ത് ദൈവമേ, അത് വേറൊരു എന്താ പറയുക, ഒരു സാധനം കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ മാഷും അത്യാവശ്യം എഫേർട്ട് എടുത്തിട്ടുണ്ട്. ഗോമാഷാണ് അതിൻ്റെ സംവിധായകൻ. അപ്പം മാഷിൻ്റെ കൂടെ ചേർന്ന് നമ്മളത് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആ സാധനമായി വരുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ. മേ ബി എനിക്ക് തോന്നുന്നു അതിനാണ് കുറച്ചും. പിന്നെ ഈ പറഞ്ഞ ചുരുളിയിലെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്നോട് വാക്സ് ചെയ്യരുത്, ത്രെഡ് ചെയ്യരുത്, മുടി ഒന്നും കട്ട് ചെയ്യരുത്, അങ്ങനെയൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. വേറെ അങ്ങനെ കുഴപ്പമില്ലായിരുന്നു. എൻ്റെ ഫസ്റ്റ് മൂവിക്ക് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ പോലെ വേറൊരു എഫേർട്ട് എടുക്കേണ്ടത്. അതിനുവേണ്ടി ഞാനൊരു 10-15 കിലോ വെയിറ്റ് കൂട്ടിയിട്ടുണ്ടായിരുന്നു. അവർക്ക് ആ ക്യാരക്ടർ കണ്ടാൽ തന്നെ പേടിയാവണം എന്നുള്ളതായിരുന്നു അവരുടെ ഇത്. അപ്പോൾ അതുപോലെ ഞാൻ ആദ്യമായിട്ട് വെറ്റില മുറുക്കിയത് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. സിഗരറ്റ് വലിച്ചത് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ്. ഷോർട്ടിൽ നിൽക്കുമ്പോഴാണ് സിഗരറ്റ് വലിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ സാറിന് പറഞ്ഞു, നമ്മൾ റെഡി ആയിട്ടാണല്ലോ അവിടെ ചെന്ന് നിൽക്കുന്നത്. അപ്പോൾ അവർ പറയുന്നു നമ്മൾ ചെയ്യുന്നു എന്നുള്ള സ്ഥലത്ത്. അപ്പോൾ വലിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പം പ്രൊഡക്ഷൻ സിഗരറ്റ് കൊടുക്കൂ, ആദ്യമായിട്ട് വലിക്കണ പോലെ തോന്നാൻ പാടില്ല എന്നും പറഞ്ഞു. ഞാൻ വലിച്ചു, ചുമച്ചു, കണ്ണിക്കട വെള്ളം വന്ന്. അത് കഴിഞ്ഞ് ഞാൻ അന്നൊരു രാത്രി കൊണ്ടൊരു നൈറ്റ് ഷൂട്ടാണ്.
1.5 പാക്കറ്റ് സിഗരറ്റ് ഞാൻ വലിച്ച് പഠിക്കാനും വലിക്കാനും എല്ലാം കൂടെ വലിച്ചെടുത്ത് 2-3 ദിവസത്തേക്ക് ഇരിക്കുക. അങ്ങനെ കുറേ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട് സീരിയസ്ലി. അതുപോലെ ഈ പറഞ്ഞ വെറ്റില മുറിക്കുന്ന സമയത്ത് അവർ അങ്കമാലി മാർക്കറ്റിലാണ് ഷൂട്ട്. അപ്പോൾ അവർ പോയി വാങ്ങിക്കുമ്പോൾ ജെൻസ് അല്ലേ പോയി വാങ്ങിക്കുന്നത്, അവർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ടാവും മേ ബി. പൊള്ളി വായ്ക്കുള്ളിൽ പൊള്ളി അടർന്ന് ഞാൻ മറ്റേ ഐസിലും തുപ്പും മുറുക്കും ഇങ്ങനെയാണ് ആ സീൻ കംപ്ലീറ്റ് ചെയ്തത്. അപ്പം അങ്ങനെയൊക്കെ കുറേ എക്സ്പീരിയൻസസ് ഉണ്ട് ആക്ച്വലി. ഒരു സിനിമയ്ക്ക് വേണ്ടി ബോഡി വെയിറ്റ് കൂട്ടുമ്പോൾ അത് പിന്നെ ഒരു ടെൻഷൻ കിട്ടും, അതായത് ഇത് കുറയുമോ, ഇതെങ്ങനെ? കുറച്ചിട്ടുണ്ട്. ഇതേപോലെ ഞാൻ 18 ദിവസം കൊണ്ട് 13 കിലോ വെയിറ്റ് കുറച്ചിട്ടുണ്ട്. തുറമുഖം സിനിമയുടെ ലാസ്റ്റ് ഷെഡ്യൂളിന് വേണ്ടി. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുറച്ച് ഇങ്ങനെ പ്രായമുള്ള ഇതാണ്, അപ്പോൾ കുറച്ച് എന്താ പറയുക തടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സാറ് എൻ്റെ അടുത്ത് ഒറ്റയടിക്ക് ഒരു ഡയലോഗ് പറഞ്ഞു, ഗീതിക എന്ന് രാജീവ് സാർ എന്നെ വിളിക്കുക, ഗീതിക തടി കുറച്ചാൽ ഗീതിക ചെയ്യില്ലെങ്കിൽ ഞാൻ ഗീതികയെ പോലെ ഇരിക്കുന്ന വേറെ ആരെങ്കിലും വിളിച്ച് ചെറുപ്പം ചെയ്യിപ്പിക്കുന്നു. ഞാൻ പറ്റില്ല ഞാൻ കുറയ്ക്കും, ഞാൻ ചെയ്യും. ഓക്കെ, എന്ത് ചെയ്യുന്നത് എനിക്കറിയില്ല. ഞാൻ ലിറ്ററലി പട്ടിണി എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഡയറ്റ് എടുത്ത് അതിൻ്റെ കൂടുതൽ വർക്കൗട്ടും ഒക്കെ ചെയ്ത് ഞാൻ കുറച്ച്. പക്ഷേ ഞാൻ ചെന്ന് എന്നെ കാണാൻ വിളിച്ചിട്ട് സാറ് എന്നെ ഭയങ്കര ഹാപ്പിയായി. എന്നിട്ട് എൻ്റെ അടുത്ത് എപ്പോഴും ഇങ്ങനെയൊക്കെ നടന്നു. അതായത് ഞാൻ എന്താ പറയുക, ഞാൻ അങ്ങനെ മാറിയത് കൊണ്ടാണ് ആ ക്യാരക്ടറിൻ്റെ ആ വയസ്സായതിൽ നിന്നും ചെറുപ്പത്തിലേക്ക് ഒരു മാറ്റം വന്നത്. എല്ലായ്പ്പോഴും ഞാൻ അങ്ങനെ ട്രിമ്മായിരിക്കുകയാണെങ്കിൽ അത് ചിലപ്പോൾ തോന്നുമെന്ന് എനിക്കറിയത്തില്ല, നരയിൽ മാത്രമേ വരുള്ളൂ. മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അപ്പം എനിക്കൊരു തമിഴ് പടം വന്ന് തന്നെ തുറമുഖം കണ്ടിട്ടാണ്. അതെന്ന് വെച്ചാൽ അവർക്കും ഈ പറഞ്ഞ 2 കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ തുറമുഖം കണ്ടപ്പോഴത്തേക്കും ഓക്കെ ഇവരെ കൊണ്ട് അങ്ങനെ ഒരു സാധനം പറ്റുമെന്ന് തോന്നിയിട്ടാണ് അവരെന്നെ വിളിച്ചതെന്ന് അവരെന്നോട് പറയുകയുണ്ടായി. സോ സന്തോഷം. അതെ, ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ മെൻ്റലി എത്രത്തോളം പ്രിപ്പയർ ആവാറുണ്ട്? മെൻ്റലി പ്രിപ്പയർ ആവാന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലായിട്ടും എന്താ പറയുക അപ്പിയറൻസിൻ്റെ ഒരു ഇതൊക്കെ ചിലരോട് ഞാൻ ചോദിക്കും, ഇങ്ങനെ തന്നെയാണോ വേണ്ടത്, ഇനി ഞാൻ മെലിയണോ അതോ ഞാൻ എന്താ വേണ്ടതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇപ്പോൾ ഈവൻ ധീരനൊക്കെ വിളിച്ച സമയത്ത് ഞാൻ ദേവനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ദേവ എങ്ങനെയാണ് സുലു ചേച്ചി എങ്ങനെയാണ് നിൻ്റെ മനസ്സിലുള്ളത് അങ്ങനെ. അപ്പോൾ ചേച്ചി ഇപ്പോൾ ഉള്ളതുപോലെയൊക്കെ തന്നെയാണ്. ശബരീഷ് ചേട്ടൻ്റെ അമ്മയാണ്, അപ്പോൾ മെലിയാനൊന്നും നിൽക്കണ്ട, ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായോ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആദ്യം ഞാൻ അതാ എൻ്റെ മനസ്സിലേക്ക് വരിക, കാണുമ്പോൾ അവരെ എങ്ങനെ ഉണ്ടാവാമെന്ന്. ബാക്കി ഞാൻ ആക്ച്വലി ഒരു സ്പോണ്ടേനിയസ് ആക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഞാനങ്ങനെ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്തൊന്നും പോയിട്ടൊന്നും ചെയ്യുന്നത്, ഡയലോഗ് പഠിക്കുക എന്നുള്ളത് ചെയ്യാറുണ്ട്. അത് അവിടെ ഒരു തപ്പൽ വന്നാൽ കഴിഞ്ഞില്ലേ കഥ. അപ്പം നമ്മൾ പക്കായിട്ട് ഡയലോഗ് പഠിക്കുക, ബാക്കി ഈ പറഞ്ഞ പോലെ ഓൺ ദി സ്പോട്ടിലാണ് ഞാൻ കൂടുതലും ചെയ്തേക്കുന്നത്. അപ്പോൾ നാടകം ചെയ്യുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ടും ഈ പറഞ്ഞ പ്രിപ്പയർ ചെയ്ത് ചെയ്യുന്നത്. ചില ആൾക്കാർ ഈ പറഞ്ഞ മെത്തേഡ് ആക്ടേഴ്സ് എന്നൊക്കെ അതിന് പറയപ്പെടും. അവർ എന്താ പറയുക മുന്നേ കൂട്ടി പ്രിപ്പയർ ചെയ്തൊക്കെ വരും, ഇങ്ങനെ ചെയ്യണം അതിങ്ങനെ ചെയ്യണം. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ചുകൂടി ഈസി അപ്പം ചെയ്യുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആൾക്കാരും അതിനകത്തൊരു ഘടകമാണല്ലോ, അവരെന്താ ചെയ്യണമെന്നനുസരിച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളൊരു സാധനം സെറ്റ് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആൾ വേറൊരു അവരെന്താ ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ ജോണിയറിൻ്റെ ചേട്ടനൊക്കെ ഈ പറഞ്ഞാൽ മറ്റേ എന്നാ ഒരു ഉറുമ്പിടാത്ത സാധനമാണ്, ആ സാധനമൊക്കെ പുള്ളി അന്നേരം കൈ നിട്ട സാധനമാണ്, അതൊന്നും സ്ക്രിപ്റ്റിലുള്ളതല്ല. അപ്പോൾ ആ സമയത്ത് സീരിയസ്ലി അത് കണ്ടു പറഞ്ഞിട്ട് എല്ലാവരും ചിരിയായിരുന്നു. എന്നിട്ട് എന്നോട് ചേച്ചി എങ്ങനെ ചിരിക്കാതെ പിടിച്ചിരുന്നത്, ഞങ്ങൾക്കൊന്നും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത്. അപ്പം നമ്മളവിടെ ചിരിച്ച് തീർന്നു. പുള്ളിക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അടുത്ത ടേക്കിൽ പുള്ളി അങ്ങനെ ആയിരിക്കണമെന്നില്ല പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ആ എന്താ പറയുക പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നിൽക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വരുന്ന സാധനം ചെയ്യുക, അതാണ്. അതുപോലെ തന്നെ വോയിസും ആളുകൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ. ഇപ്പം അതിന് താങ്ക്സ് ടു ലിജു ജോസ് പെല്ലിശ്ശേരി സാറാണ് എൻ്റെ ശബ്ദം അതിലേക്ക് ഉപയോഗിക്കാമെന്ന് തീരുമാനിച്ച് ചുരുളിയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോഴാണ് ആക്ച്വലി ഭൂം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഗീതി സംഗീതം എന്ന് പറഞ്ഞ ഒരാളിവിടെ നിലനിൽക്കുന്നുണ്ടെന്ന് ഒരുപാട് ആൾക്കാർ തിരിച്ചറിഞ്ഞത് ആ ട്രെയിലർ ഇറങ്ങിയ ദിവസമാണ്. ഇപ്പോൾ ഒരു വോയിസ് ആർട്ടിസ്റ്റ് ആയിട്ട് കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ഹൈ എങ്ങനെയാണ്? നല്ലതല്ലേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക എന്താ പറയുക എന്താ പെട്ടെന്ന് തിരിച്ചറിയുന്ന പോലൊരു ശബ്ദം ഉണ്ടാവുക എന്ന് പറയുന്നത്. ചുരുളി ഇറങ്ങി കഴിഞ്ഞ സമയത്തൊക്കെ ആക്ച്വലി ചില ആൾക്കാരൊക്കെ നമ്മൾ വിളിച്ചിട്ട് ഹലോ എന്ന് പറയുമ്പോൾ തന്നെ ഗീതിയാണോ എന്ന് അങ്ങനെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതൊരു ഭയങ്കര നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. ഓക്കെ, നമ്മുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ടെന്നൊക്കെ. അപ്പോൾ ചില ആൾക്കാർ ഇതുപോലെ വിളിച്ചിട്ട് ഹലോ ആരാ ഇത്ര ഫേമസ് ആയിട്ടുള്ള എൻ്റെ ശബ്ദം തിരിച്ചറിയുന്നില്ലേ, ജാടത്തേണ്ടി. അയ്യോ സോറി. അങ്ങനെ ചേച്ചി ചിരിക്കുന്ന സമയത്ത് വരെ എനിക്ക് ആ ചിരിയിലുള്ളൊരു ഭാസില്ലേ, അതാരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഇപ്പം നമ്മൾ തുറന്ന് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ, ഇപ്പം ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ ഒരു ചിരിയിൽ പോലും എനിക്കൊരു ഇങ്ങനെ തുറന്ന് ചിരിക്കുമ്പോൾ
ഭയങ്കര ഒരു ഭാസമുള്ളതുപോലെ ഭയങ്കര രസമുള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടാവോ ഒതുങ്ങി ചിരിക്കണം എന്ന് പറയുന്നതിൽ നിന്നായിരിക്കുമല്ലോ, പക്ഷെ ആ ഒതുക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ തുറന്ന് ചിരിക്കുക. ഒതുങ്ങി ചിരിച്ചിരുന്നൊരു കാലമൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ മാറിയതാണ്, അല്ലെങ്കിൽ മാറ്റിയതാണ്. മേ ബി എന്താ പറയുക, പണ്ട് ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഞാനൊരു 7th പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നുണ്ട്, എൻ്റെ അടുത്ത് ഇതുപോലെ അച്ഛനാണെന്ന് തോന്നുന്നു എന്നോട് പറഞ്ഞു, ഇങ്ങനെ ആരോ ഇങ്ങനെ പറഞ്ഞു, അവളിങ്ങനെ ഭയങ്കര തല ഉയർത്തിയാണ് നടക്കുന്നത്, പെൺകുട്ടികൾ നിലത്ത് നോക്കി നടക്കണം, അതായത് നമ്മുടെ കാൽപാദം കണ്ട് നടക്കണം എന്നുള്ള സാധനം. അപ്പോൾ ഞാൻ നിലത്ത് നോക്കി നടക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ എന്തിനാ തല കുനിച്ച് നടക്കുന്നത്, ഞാൻ എന്താ വല്ല മോഷ്ടിച്ചിട്ടാണ് നടക്കുന്നത്, ഒരു അഭിമാനത്തോട് കൂടിയിട്ട് തല ഉയർത്തി നടക്കണം എന്നുള്ള സാധനം. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഓ എൻ്റെ മോളെ, എന്താ പറയുക, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, നിനക്ക് ഇപ്പം തന്നെ ഇങ്ങനത്തെ സ്റ്റാൻഡൊക്കെ ഉണ്ടല്ലോ. സത്യത്തിൽ ഞാൻ അച്ഛനോട് അങ്ങനെ തിരിച്ച് പറയുന്നതല്ല, ഞാൻ തന്നെ ആലോചിച്ചു അച്ഛനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞോ എന്ന്. സാധാരണ ഇതിൽ അച്ഛൻ ഓക്കെ ശരി അച്ഛാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേഗം അവിടെ നിന്ന് പിൻവലിയാണ് ചെയ്യേണ്ടത്. പക്ഷെ ആ സമയത്ത് എനിക്ക് എന്താ തരത്തിൽ ഞാൻ അതിനകത്ത് ഇങ്ങനെ പറഞ്ഞു തിരിച്ച്. അപ്പം അതേപോലെ ഈ പറഞ്ഞ തുറന്ന് ചിരിക്കലും ഒക്കെ അത് ഇങ്ങനെ ആയി വന്നതാണ്. എന്താണെന്നറിയാം, കാലം ഇങ്ങനെ മാറ്റിമറിച്ചതാണ് എന്നുള്ളതായിരിക്കും അല്ലേ. അതുപോലെ തന്നെ ക്യാമറയ്ക്ക് അപ്പുറമുള്ളൊരു ഗീതി സംഗീതമുണ്ട്, ആളുകൾ അറിയാൻ ഇഷ്ടപ്പെടുന്ന കുടുംബം, സൗഹൃദം, കാര്യങ്ങളൊക്കെ. എങ്ങനെയാണ് ഇതിനെയൊക്കെ കൊണ്ടുപോകുന്നത്, എങ്ങനെയാണ് ഇതിനെയൊക്കെ കാണുന്നത്, സൗഹൃദത്തെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് ആക്ച്വലി ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതിൽ പക്ഷെ ഞാൻ എന്താണെന്ന് കറക്റ്റായിട്ട് അറിയുന്ന വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ഞാനൊരു ഗ്രൂപ്പിൽ വളരെ പെട്ടെന്ന് മിങ്കിളാവുന്ന ഒരാളാണ്. ഞാൻ എവിടെ ചെന്നാലും അവിടുത്തെ എന്താ പറയുക, ഞാൻ അവിടെ പണ്ടേ ഉണ്ടായിരുന്നെന്ന് ആൾക്കാർക്ക് തോന്നുന്ന പോലെ അങ്ങനെ ഉള്ള ഒരാളാണ് ഞാൻ. പക്ഷേ എനിക്ക് അതേപോലെ തന്നെ അതിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവാനും പറ്റും. ഞാൻ തിരിച്ച് എൻ്റെ സ്പേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ തികച്ചും തനിച്ച് എന്താ പറയുക അങ്ങനെ ജീവിക്കാനും എനിക്ക് പറ്റും. എനിക്ക് എന്താ പറയുക, വേണമെങ്കിൽ മാസങ്ങളോളം വേണമെങ്കിലും അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരാളാണ് ഞാൻ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് എന്തിനും വിളിച്ചാൽ അപ്പുറത്ത് വിളി കേൾക്കാൻ സുഹൃത്തുക്കളുണ്ട്. പക്ഷേ ഞാനങ്ങനെ അധികം ആൾക്കാരെ ശല്യപ്പെടുത്താറില്ല പൊതുവേ. എന്ന് വെച്ചാൽ എന്താ പറയുക, ഒരു പരിധിയിൽ കൂടുതൽ ഞാനങ്ങനെ ഭയങ്കരമായിട്ടങ്ങനെ അങ്ങനെ ഫ്രണ്ട്ഷിപ്പ് പിടിച്ച് പോകുന്ന അങ്ങനത്തെ ഒരാളല്ല. പക്ഷേ സ്റ്റിൽ ഇടയ്ക്കൊക്കെ ഈ പറഞ്ഞ പോലെ അവരുമായിട്ട് ഇങ്ങനെ കണ്ട് സംസാരിച്ച് ഫുഡ് അടിക്കലും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ. ഗീതി സംഗീതം എന്ന് പറയുന്ന ആൾ എക്സ്ട്രോവേർട്ടാണ്, ഇൻട്രോവേർട്ടാണ്, ആംബിവേർട്ടാണ്, ഏത് ലെവലിലേക്ക്? ഞാൻ ഉറപ്പായിട്ട് എക്സ്ട്രോവേർട്ടാണ്. എക്സ്ട്രോവേർട്ടാണ് ഉറപ്പായിട്ടും. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനും പറ്റും. ഒറ്റയ്ക്ക് ഇരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരാളും കൂടെയാണ് ഞാൻ. ചിലർക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഒറ്റയ്ക്ക് എത്ര നാൾ വേണമെങ്കിലും, ഞാൻ യാത്രകൾ പോകുമ്പോഴത്തേക്കും ചില സമയത്ത് നമുക്ക് തോന്നും ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. അല്ലെ, ഞാൻ ഗ്രൂപ്പ് ട്രിപ്പുകളും പോകാറുണ്ട്, അവരുടെ കൂടെ ഞാൻ ഭയങ്കര ഓക്കെയാണ്. ഞാനിപ്പോൾ റീസെൻ്റ്ലി ഒക്കെ ഗ്രൂപ്പ് ട്രിപ്പുകൾ പോകാറുണ്ട്. അപ്പോൾ അതിൽ വരുന്ന സ്ത്രീകളൊക്കെ പറയും, ഈ ഒരു സെലിബ്രിറ്റി ആണെന്ന് തോന്നുന്നേയില്ല കേട്ടോ, ഞങ്ങളുടെ കൂടെ നടക്കുമ്പോൾ ഞങ്ങളിൽ ഒരാളെ പോലെ. ഞാൻ പറയും, ഞാൻ നിങ്ങളിൽ ഒരാളാണ്, ഞാൻ സെലിബ്രിറ്റി അല്ല, എൻ്റെ ജോലിയാണ് ആക്ച്വലി ആക്ടിങ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ അങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. എനിക്ക് ആക്ച്വലി ഇങ്ങനെ നടക്കാനും ഇഷ്ടമാണ്. സോ അതേപോലെ ഞാൻ ഒറ്റയ്ക്കുള്ള യാത്രകളും ചെയ്യാറുണ്ട്. അത് വേറൊരു മൂഡാണ്. ചില സമയത്ത് മാത്രം നമുക്ക് ഒറ്റയ്ക്ക് യാത്ര പോകുമ്പോൾ തോന്നും, ഇതൊക്കെ കാണാൻ ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ നമുക്ക് ആ മൊമെൻറ്റ് ഷെയർ ചെയ്യാന്ന് പറയുന്നൊരു സാധനമൊക്കെ ഉണ്ടല്ലോ. പക്ഷെ ആ വരുന്ന ആൾ കറക്റ്റ് വൈബുള്ള ഒരാളല്ലെങ്കിൽ മനസ്സിലായില്ലേ. അപ്പോൾ എൻ്റെയൊക്കെ യാത്രകളിൽ കുറേ നടപ്പ് പരിപാടികളൊക്കെ ഉണ്ടാവും. ചിലർക്ക് നടക്കാൻ ഇഷ്ടമായിരിക്കത്തില്ല, അപ്പോൾ അവർ കുറച്ചുകൂടെ കംഫർട്ട് പിടിക്കും. അപ്പോൾ നമുക്ക് ഈ പോയ സ്ഥലം ഫുള്ള് കാണാൻ പറ്റാതെ തിരിച്ചു വരേണ്ടി വരും, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ചില സമയങ്ങളിലൊക്കെ സോളോ ട്രിപ്പ് ഭയങ്കര അടിപൊളിയാണ്. ട്രാവലിങ്ങിലൂടെ വന്ന മാറ്റം അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? ഉറപ്പായിട്ടും. ആദ്യമായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ, ഇപ്പോഴാണല്ലോ ഈ സോളോ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടംപോലെ പെൺകുട്ടികൾ യാത്രയ്ക്ക് ഇറങ്ങുന്നത്. ഞാൻ ഈ ഒറ്റയ്ക്കുള്ള യാത്ര തുടങ്ങിയ സമയത്ത് അന്ന് സോളോ ട്രിപ്പ് എന്ന് പറയാനോ അല്ലെങ്കിൽ അത് സെലിബ്രേറ്റ് ചെയ്യുക അങ്ങനെയൊന്നുമല്ല. നമ്മൾക്ക് അത് പോയേ പറ്റൂ എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ. എനിക്ക് ഈ പറഞ്ഞ നമ്മുടെ എന്താ പറയുക, അടിവയറ്റിൽ ബട്ടർഫ്ലൈ വരുന്നത് സാധനമൊക്കെ വരുന്നത് യാത്രയെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ്. മനസ്സിലായി, ഒരു പുതിയൊരു യാത്രയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിനെക്കുറിച്ചിട്ട് ഈ സ്ഥലത്ത് പോകണം എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സാധനമുണ്ട്. അത് എനിക്കറിയില്ല, അത് എപ്പോഴും അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ട് പോവാന്ന് പറയത്തില്ല, അങ്ങനെ എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല, എനിക്ക് പോയേ പറ്റൂ എന്നുള്ളൊരു സാധനത്തിൽ തുടങ്ങിയതാണ് എൻ്റെ യാത്രകൾ. അപ്പോൾ അന്നൊക്കെ ഈ പറഞ്ഞ പോലെ പല സ്ഥലത്തും ചിലപ്പോൾ ആൾക്കാർ നമ്മളെ കാണുമ്പോൾ കൂടെ ആരുമില്ലേ, ഒറ്റയ്ക്കാണ് വന്നേ, അങ്ങനെ. ഞാൻ നീലക്കുറിഞ്ഞ് കൂത്തത് കാണാൻ പോകുമ്പോഴും അവിടെ ആൾക്കാർ, നമ്മൾ കുറേ സെൽഫി എടുത്ത് എടുക്കുമ്പോൾ നമ്മൾ ആരോടെങ്കിലും ചോദിക്കുമല്ലോ, ഒരു ഫോട്ടോ എടുത്ത് തരും. അപ്പോൾ അവർ, ചേച്ചിയുടെ കൂടെ ആരുമില്ലേ, ചേച്ചി ഒറ്റയ്ക്കാണോ വന്നേ? അപ്പോൾ ഞാൻ പറയും, എന്താ ഒറ്റയ്ക്ക് വന്നാൽ നീലക്കുറിഞ്ഞ് കൂത്തത് കാണാൻ പറ്റില്ലേ? അപ്പോൾ അവർക്കൊന്നും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒക്കെ പിന്നെ ഒറ്റയ്ക്ക് പെൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും ഒന്നും തോന്നില്ല, കാരണം എല്ലാവരും അങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. സോ
ഞാനൊക്കെ തുടങ്ങിയ സമയത്ത് അത് ഭയങ്കര അതിശയമായിരുന്നു ആൾക്കാർക്ക്. ഏറ്റവും ഇഷ്ടപ്പെട്ട യാത്ര ചെയ്തിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം, ഒരു മൊമെൻറ്റ്, അങ്ങനെ എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? എനിക്ക് ഒരുപാട് എന്താ പറയുക യാത്രകൾ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രത്യേക മൊമെൻ്റ് ഇല്ല. പക്ഷെ എന്നാലും ഈ പറഞ്ഞ എന്താ പറയുക, എൻ്റെ ലഡാക്ക് യാത്ര എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതും ഞാൻ ഇവിടുന്ന് പോയത് ഒറ്റയ്ക്കാണ്. പക്ഷെ അവിടെ എൻ്റെ 2 സുഹൃത്തുക്കൾ അവിടെ അവരവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. ഈ കോവിഡിന് ശേഷം എന്താ പറയുക, വർക്ക് ഫ്രം ഹോം തുടങ്ങിയപ്പോഴത്തേക്കും എവിടെയെങ്കിലും പോയിരുന്നിട്ട് അത് ഹോമാണെന്ന് വിചാരിച്ച് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് പെട്ടെന്ന് വരാം, ഒരു കപ്പിളാണ്. അപ്പോൾ അവരുണ്ടായിരുന്നുകൊണ്ട് അവരുടെ വണ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ഞങ്ങൾ കുറേയധികം കറങ്ങാനൊക്കെ പറ്റി. അപ്പോൾ അധികം ആൾക്കാർ പോകാത്ത സമയവുമായിരുന്നു അത്. പിന്നെ പോകാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റി. അപ്പോൾ അത് എന്താ പറയുക, ഒരു വാലി, ഒരു എന്താ പറയുക, ഫുൾ മലനിരകൾ, അതിൻ്റെ താഴെ മുഴുവൻ പൂപ്പാടങ്ങൾ, മഞ്ഞ കളർ ഫ്ലവർ. ഞാൻ എന്താ പറയുക, നമുക്ക് അവിടെ കിടന്ന് ഉരുളാൻ തോന്നുകയെന്ന് പറയത്തില്ലേ, അങ്ങനെ അത്രയും. ഇവർ രണ്ടുപേരും കൂടെ ഇല്ലെങ്കിൽ ഞാൻ ആ ലോകത്ത് ഞാൻ തനിച്ച് എന്ന് പറയുന്ന പോലൊരു സ്ഥലം. ഓക്കെ, ആ സ്ഥലമൊക്കെ ഇനി പോയാൽ ആ സ്ഥലം ഞാൻ കാണുമെന്ന് എനിക്കറിയത്തില്ല. ആ സ്ഥലം അങ്ങനെ തന്നെയാണോ ഇപ്പോൾ ഉള്ളതെന്നും എനിക്കറിയില്ല. പക്ഷെ സ്റ്റിൽ അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ നമ്മൾ മനസ്സിൽ. ഒരുപക്ഷെ മരിക്കാൻ കിടക്കുമ്പോൾ ഇതൊക്കെ ആയിരിക്കും എൻ്റെ മനസ്സിൽ വരാൻ തോന്നുന്നുണ്ട്. സിനിമയുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വരുമ്പോൾ അത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടാറുണ്ടല്ലോ. അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ. അപ്പം എല്ലാ മേഖലയിലും ചൂഷണമുണ്ടെങ്കിലും അല്ലെങ്കിൽ എല്ലാ മേഖലയിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും മീഡിയ അറ്റൻഷൻ കിട്ടുക എപ്പോഴും ഒരു എൻ്റർടൈൻമെൻറ്റ് സെക്ടർ ആയതുകൊണ്ട് തന്നെ സിനിമയുമായി ബന്ധപ്പെട്ടാണ് കൂടുതലും വരിക. അപ്പം പുതിയ കുട്ടികൾക്ക് സിനിമയിലേക്ക് വരാനൊരു ഭയം തോന്നാനുള്ളൊരു സാധ്യതയുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ വരാൻ ഒക്കെ ഒന്ന് ഭയക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്ത കുട്ടികളോട് ഇപ്പോൾ ചേച്ചീൻ്റെ അടുത്തേക്ക് അത്തരത്തിലൊരാളുകൾ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവരോട് പറയുക? നിങ്ങൾ ഒരിക്കലും ഭയപ്പെടണ്ട, നിങ്ങൾ വരൂ എന്ന് പറയുക. അത് അങ്ങനെയല്ല ആക്ച്വലി. ഇപ്പം അങ്ങനെ ഭയപ്പെടുന്ന കുട്ടികൾ ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതൊക്കെ പണ്ട് കുറച്ചും കൂടി. ഇപ്പോൾ കുറച്ചുകൂടി കുട്ടികളൊക്കെ ബോൾഡാണ്. അവർക്കറിയാം അവർക്ക് എന്താ വേണ്ടതെന്ന്, അവർക്കറിയാം ഹാൻഡിൽ ചെയ്യാൻ സിറ്റുവേഷൻസ്, ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാൻ അറിയാം എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അല്ലാത്തവരും ഉണ്ടാവാം മേ ബി. പക്ഷേ എന്നാലും എന്താ പറയുക, ഒരിക്കലും അങ്ങനെ സുരക്ഷിതമല്ലാത്തൊരു സ്ഥലമാണ് സിനിമ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും അത് പറയുകയില്ല. ഞാൻ ഒരാളിനോടും ഞാൻ അങ്ങനെ പറയില്ല. നിങ്ങൾക്ക് സിനിമയിലാണ് ജോലി ചെയ്യാൻ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും വരൂ എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ ആരുടെ കൂടെ അസോസിയേറ്റ് ചെയ്യുന്നു, നിങ്ങൾ ഏത് ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നു, നിങ്ങൾ അങ്ങനെയുണ്ടല്ലോ. ഇപ്പോൾ മുമ്പ് കുറേ അധികം ഓഡിഷൻസ് ഉണ്ടായിരുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ഈ ഓഡിഷൻ കോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ഫേക്ക് ആണോ ഇത് ജെന്യുവൻ ആണോ എന്ന്. മനസ്സിലായില്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഞാനൊക്കെ ഓഡിഷൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓഡിഷൻ കോൾ കാണുമ്പോഴത്തേക്കും ഇത് പോണ്ട എന്ന് നമുക്ക് അപ്പം തന്നെ തോന്നും. ഒരു മനസ്സിൽ തോന്നുന്നു. അല്ല, മനസ്സിൽ തോന്നുന്നല്ല, അതിൽ തന്നെ അവർ പറയാതെ പറഞ്ഞിട്ടുണ്ടാവും. ഇത് ഈ പറഞ്ഞ പോലെ ഒന്നിൽ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സാധനം, കുറേ ആൾക്കാരെ വിളിച്ചു വരുത്താനുള്ള പരിപാടി, അതിൽ രജിസ്ട്രേഷൻ ഫീസായിട്ട് കുറേ പേര് അങ്ങനെ എടുക്കുന്നുണ്ടാവും. അപ്പം തന്നെ അവർക്കൊരു വലിയ എമൗണ്ട് കിട്ടുന്നുണ്ടാവും. ചിലർ അല്ലാതെ തന്നെ പൈസ ചോദിച്ച് മേടിക്കുന്ന ആൾക്കാരുണ്ടാവും. മനസ്സിലായില്ലേ? പിന്നെ ഈ പറഞ്ഞ ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ ഹൗസിൻ്റെയോ എന്തിൻ്റെയൊക്കെ പേരില്ലാതെ വരുന്ന സാധനങ്ങളൊക്കെ തന്നെ ഓൾമോസ്റ്റ് ഫേക്ക് ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ എന്താ പറയുക, ഏതെങ്കിലും ഒരു പേരുണ്ടാവും, ഒരു ജെന്യുവൻ എന്ന് തോന്നുന്ന അങ്ങനെ ഉണ്ടല്ലോ. അപ്പം നമ്മൾ അതൊക്കെ നോക്കി കണ്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ പിന്നെ ഈ പറഞ്ഞ വരുന്ന ആൾക്കാർക്കും അറിയുമായിരിക്കും എങ്ങനെയാണ് ഈ പറഞ്ഞ സിറ്റുവേഷൻസ് എന്ന്. എനിക്ക് തോന്നുന്നു എല്ലാവരെയും നമുക്ക് പറയാൻ പറ്റത്തില്ല. എല്ലാ ആൾക്കാരും ഭയങ്കര നല്ല മനുഷ്യരാണെന്നൊന്നും പറയാൻ പറ്റില്ല. അത് എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ടല്ലേ. ഞാൻ നേരത്തെ വർക്ക് ചെയ്തത് വേറെ ഫീൽഡാണ്. അവിടെയും ഒക്കെ ഉണ്ടാവും ഈ പറഞ്ഞ നല്ലവരും മോശക്കാരും. നമ്മൾ ആരുടെ കൂട്ടത്തിൽ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ മാത്രം ചോയ്സാണ്. നമുക്ക് എങ്ങനെയും സക്സസ് ആവണോ അതോ നമ്മൾ ജെന്യുവനായിട്ട് സക്സസ് ആവണോ എന്നൊക്കെ ഉള്ള സാധനം ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേതാകുമ്പോഴത്തേക്കും സമയമെടുക്കും മനസ്സിലാക്കാൻ. അല്ല, സക്സസ് ആവാനും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ചിലർക്ക് ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് തന്നെ ഒരു ജെന്യുവൻ ടീമിൽ ചെയ്യാൻ പറ്റും, നല്ലൊരു സാധനം ചെയ്യാൻ പറ്റിയാൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഇതാവും. ചിലപ്പോൾ ഈ പ്രോസസ്സിന് സമയം എടുക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് നമുക്ക് അറിയാൻ പറ്റില്ല. ഇത് എന്നാണ് നമ്മുടെ വെള്ളിയാഴ്ച, പണ്ട് ഉള്ളവർ പറയില്ല ഒരു വെള്ളിയാഴ്ചയാണ് തലവരെ മാറ്റുന്നതെന്ന്. ആ വെള്ളിയാഴ്ച എന്നാണെന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റില്ല, അത് വരുന്നവരേക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ക്ഷമ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത്. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ സ്ട്രഗിളിൽ കൂടെ പോവാം. വർക്കില്ലാതിരിക്കുമ്പോഴത്തേക്കും ആൾക്കാർ ചോദിക്കാം ഇപ്പോൾ ഏതാ സിനിമയെന്ന്. എനിക്ക് സിനിമയൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റണം. മനസ്സിലായില്ലേ? എനിക്ക് വർക്കൊന്നും ഇല്ല, അല്ലെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയാൻ പറ്റുന്നതിന് പകരം എന്തെങ്കിലും പറഞ്ഞ് എങ്ങനെയെങ്കിലും ഒരു വർക്കിലുണ്ടാവുക, അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പല ഇതിലേക്കും ചെന്ന് പെടാം. അപ്പം അങ്ങനെ അല്ലാതെ എന്താ പറയുക, അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു ഭയങ്കര വലിയൊരു പരിപാടിയാണ്. അതിന് കുറേ ക്ഷമ വേണം. അത് നമ്മൾ
അനലൈസ് ചെയ്യാൻ പറ്റണം, ആൾക്കാരുടെ അടുത്ത് നമ്മൾ എങ്ങനെ നിൽക്കണം, അവരെ എവിടെ നിർത്തണം, ഇതൊക്കെ ഉണ്ടല്ലോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ അടുത്തേക്ക് എത്രത്തോളം ആളുകൾക്ക് എത്താം, എത്രത്തോളം പറയാമെന്ന് നമ്മൾ തീരുമാനിക്കുന്നിടത്ത് നമുക്ക് കൃത്യമായിട്ട് സത്യം. അത് ഈ പറഞ്ഞ പോലെ ആരും അങ്ങനെ ബലം പ്രയോഗിച്ച് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇപ്പം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അങ്ങനെയും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും എക്സ്പീരിയൻസ് എനിക്കത് അറിയാൻ പറ്റില്ല. പക്ഷേ സ്റ്റിൽ എന്താ പറയുക, നമ്മൾ തീരുമാനിക്കുക നമ്മളടുത്ത് ഇവരെ ഏതുവരെ നിൽക്കണം, നമ്മൾ അവർക്ക് എത്രത്തോളം സ്വാതന്ത്ര്യം കൊടുക്കണം, മനസ്സിലായില്ലേ? ഇപ്പം നമ്മളൊരാളിനെ ചിലപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ ഹലോ പറയുന്ന കൈ കൊടുക്കുന്ന പോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ഹഗ് ചെയ്തേക്കാം. ആ ഹഗ് ഏത് ഹഗ് ഇല്ലേ, അതെങ്ങനെ അവരെങ്ങനെ നമ്മളടുത്ത് തിരിച്ച് നിൽക്കുന്നു എന്നൊക്കെ ഉള്ള സാധനത്തിൽ നമുക്കറിയാൻ പറ്റും. ഓക്കെ, ഇയാളെങ്ങനെയാണ്, അങ്ങനെ ആണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് ആരും അങ്ങനെ ഭയപ്പെട്ട് മാറി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. സിനിമ വേറെ ഏതൊരു മേഖലയും പോലെ തന്നെയാണ്. കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സുരക്ഷിതമാണെന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഒരുപാട് കണ്ണുകൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ബാക്കിയുള്ളവരുടെ അറ്റൻഷൻ, നമുക്ക് അങ്ങനെ ഒരു വേഴ്സസ് സിറ്റുവേഷൻ ഉണ്ടായാൽ നമുക്കവിടെ മറ്റുള്ളവരുടെ അറ്റൻഷൻ പെട്ടെന്ന് സീക്കാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടിയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ പക്ഷേ അതെങ്ങനെ എന്ത് വേണമെന്ന് നമ്മളാണല്ലോ തീരുമാനിക്കുന്നത്. ഇനി പുതിയ പ്രൊജക്റ്റുകൾ ഏതെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുവാണോ? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? പുതിയ പ്രോജക്റ്റ് ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ചെയ്തത് മഹേഷ് നാരായൺ സാറിൻ്റെ പടമാണ്. അതിനകത്തൊരു ക്യാരക്ടർ അതിലൊരു ഭാഗമാവാൻ പറ്റുന്നതെന്ന് പറയുന്നത് വലിയ സന്തോഷമാണ്. മമ്മൂക്ക, ലാലേട്ടൻ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോവൻ, നയൻതാര തുടങ്ങി വലിയ സ്റ്റാർ കാസ്റ്റുള്ള പടത്തിൽ ഞാനും അവിടെ എവിടെയോ ഉണ്ട് എന്ന് പറയുന്നൊരു സന്തോഷമുണ്ടല്ലോ. അതൊരു ഭയങ്കര അതാണിപ്പോൾ അവസാനം ചെയ്തിട്ട് നിൽക്കുന്നൊരു പരിപാടി. പിന്നെ ഇറങ്ങാൻ കുറച്ചധികം വർക്കുകളുണ്ട്. നമ്മുടെ കൃഷാന്തിൻ്റെ ഈ പറഞ്ഞ 4 സംഘം എന്നൊക്കെ പറഞ്ഞിട്ടൊരു വെബ് സീരീസൊക്കെ ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. ഈ പറഞ്ഞ തമിഴിൽ 2 പ്രോജക്റ്റുകൾ, അതും ഇങ്ങനെ പോസ്റ്റൊക്കെ ഒന്ന് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ എൻ്റെ കഴിഞ്ഞു. പിന്നെ ഒരെണ്ണം പോസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ചധികം മലയാളത്തിലും ചെയ്തത് ഇരിക്കുന്നുണ്ട് ഇറങ്ങാൻ. അത് പക്ഷേ ഏതാ ആദ്യം ഇറങ്ങുക, ഏതാ എപ്പോൾ ഇറങ്ങുക ഒന്നും എനിക്കറിയില്ല. കാരണം ചിലതൊക്കെ ഇറങ്ങാൻ കുറച്ച് സമയവും കൂടി എടുക്കുമല്ലോ. അങ്ങനെ ഈ കാത്തിരിപ്പ് എപ്പോഴെങ്കിലും അടുപ്പിക്കുന്നുണ്ടോ? ഈ സിനിമ എപ്പോൾ ഇറങ്ങും എന്ന്? അല്ല, അത് നമുക്ക് ചില സമയത്ത് തോന്നും, അയ്യോ ഇതെന്താ ഇറങ്ങാത്തേ, അതായത് നമുക്കതൊന്ന് ഇറങ്ങിയ ആൾക്കാർ കാണുക എന്ന് പറയുന്നത് ഒരാഗ്രഹം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ ചോദിക്കും, അയ്യോ ഇത് എപ്പോഴാണ് ഇറക്കുന്നത്, എന്താ ഇറങ്ങാത്തേ? അപ്പോൾ ചേച്ചി അത് ഇങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചിലത് ഈ പറഞ്ഞാൽ പ്രൊഡക്ഷൻ ഇഷ്യൂ ആവും, പിന്നീടൊക്കെ കഴിയുമ്പോഴത്തേക്കും ടൈറ്റ് ആകുമ്പോഴത്തേക്കും അവരിങ്ങനെ മെല്ലെയൊക്കെ ആയിരിക്കും ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ഒന്ന് ദയവ് ചെയ്തിട്ട് ഒന്ന് ഇറക്കുമോ പ്ലീസ് എന്നൊക്കെ. അപ്പോൾ അതേപോലെയാണ് എൻ്റെ ആ തമിഴ് സിനിമ. അതിലെ ക്യാരക്ടർ കുറച്ചധികം ഈ പറഞ്ഞ കുറേ ഇമോഷൻസിലൂടെയൊക്കെ പോകുന്നൊരു ക്യാരക്ടറാണ്, ഹീറോയുടെ അമ്മയായിട്ടാണ്. സോ അപ്പോൾ അത് ഒന്ന് ഇറങ്ങി ആരെങ്കിലുമൊക്കെ 10 മനുഷ്യന്മാർ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അൺപാക്ക് ആൻഡ് കണക്റ്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ആക്ട്രസ് ഗീതി സംഗീതി ആയിരുന്നു. നിറയെ സിനിമകളും മനസ്സ് നിറയെ സന്തോഷമായിട്ട് തുടർന്ന് ഇങ്ങനെ പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.